ഹേ ഗൈസ്, അക്സാന ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പിസ്ത ഷെല്ല് കൊണ്ട് ചെറിയൊരു ഫ്ലവറാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ബഡ്സിൻ്റെ ഇതെടുത്തിട്ട് ഒരു മുട്ട് പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ക്രോസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പിസ്ത ഷെല്ല് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. അതിവിടെ എല്ലായിടും വാങ്ങാൻ കിട്ടുമേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മുട്ട് പോലെ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ചെയ്യട്ടോ. ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് കൊണ്ട് ചെയ്യുന്നത് കുറച്ച് പാടാണ് കേട്ടോ. നിങ്ങളെല്ലാം സ്റ്റിക്ക് കൊണ്ടായാലും ചെയ്താൽ മതിയേ. ഇതുപോലെ നന്നായിട്ട് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിനുശേഷം അതേപോലത്തെ കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ ചെയ്ത ഒരെണ്ണം പോലെ തന്നെ ബാക്കി വരുന്ന 5-6 എടുത്താൽ ചെറിയൊരു കേസ് ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാനതിനായിട്ടൊരു ചെറിയൊരു ചെടിച്ചട്ടി പോലെ ഒരു ഇത് എടുത്തിട്ട് അതിലേക്ക് 4-5 വെച്ച് കൊടുക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ചെറിയൊരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് തോന്നി ഉണ്ടാക്കാൻ, വലുതായിട്ട് ഉണ്ടാക്കി ഇനിയും കുറച്ചുകൂടി ഇതളുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ കേട്ടോ. ഞാനിങ്ങനെ 2 സൈഡും ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഒരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ 3 ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. 2 ഇതുപോലെ ചെയ്യുക, അതിന് ശേഷം അതിന് ചുറ്റും ക്രോസ് വെക്കുക. ഇത്ര ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് ഇത് ചെയ്യാൻ. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ. കണ്ടില്ലേ? ഇതുപോലെ ഞാനിവിടെ കുറച്ച് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നത്. ഇതിനകത്തൊരു 6 കേട്ടോ എടുക്കുന്നത്. അവസാനത്തോളം നിങ്ങൾക്ക് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് വെച്ച് ചെയ്യുന്നത് കുറച്ച് കൈ പൊള്ളാതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ ഒരു 6 എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഓയിൽ പെയിൻ്റാണ് എടുക്കുന്നത്. അത് വാട്ടർ മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അല്ലാത്തതായിട്ടുള്ള പെയിൻ്റ് ഉണ്ട്, അക്രിലിക് ആണെങ്കിൽ അതാണെങ്കിൽ ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവേ. കളർ യൂസ് ചെയ്യാതെയും ചെയ്യാം കേട്ടോ. കളർ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഏതാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. ഞാൻ ആ പാലറ്റ് വെച്ച് തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ റെഡ് കളറാണ് ഇവിടെ എടുക്കുന്നത്. റെഡ് കളർ എടുത്തിട്ട് ഞാൻ ആ പൂവിന് നന്നായിട്ട് ആ പിസ്ത ഷെല്ല് ഫുൾ കവറായിട്ട് റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്നിട്ട് ഇനി കുത്തി വെക്കുന്നതാണ് കേട്ടോ നല്ലത് കുറച്ചുകൂടി. അതുപോലെ ബാക്കി എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും റെഡ് കളർ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഫില്ലായിട്ട് എവിടെയും കാണാത്ത രീതിയിൽ വേണം കേട്ടോ അടിക്കാൻ. ഷെല്ല് എവിടെയും കാണരുത്, നമ്മുടെ റെഡ് കളർ മാത്രമായിരിക്കണം കേട്ടോ. അങ്ങനെ ഫുള്ള് കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കളർ ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കളറുകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ ഫുള്ള് എല്ലാത്തിനും റെഡ് കളർ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറൈറ്റി ആയിട്ട് പല പല കളറുകൾ അടിക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാ കളറും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എല്ലാ